നമസ്കാരം. സോംജീസ് മിററിൽ മണി ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു ഷെയറെ സംബന്ധിച്ച് ഒരു ന്യൂസ് കണ്ടതുകൊണ്ട് അത് നിങ്ങളെ അറിയിക്കാമെന്ന് കരുതിയാണ്. ചിലരൊക്കെ ഹോൾഡ് ചെയ്യുന്ന ഷെയർ ആയിരിക്കുമെന്ന് എനിക്കറിയാം. പലരും അത് ഹോൾഡ് ചെയ്യുന്നുണ്ട്. കിറ്റക്സ് ഗാർമെൻറ്റ്സിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. കിറ്റക്സ് ഗാർമെൻറ്റ്സ് ഞാൻ പല പ്രാവശ്യം വീഡിയോകളിൽ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. 187 രൂപയായിരുന്നപ്പോൾ മുതൽ ഞാനതിന് നിങ്ങളുടെ ലിസ്റ്റിൽ പെടുത്തണം, അത് ബൈ ചെയ്യാവുന്ന ഒരവസ്ഥയാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. ചിലരൊക്കെ വാങ്ങിയതായിട്ട് എനിക്കറിയാം, അവരെ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് അത് പെട്ടെന്ന് വിറ്റ് കളയാതിരിക്കാൻ വേണ്ടിയാണ് ഈ ന്യൂസ് വന്നപ്പോൾ തന്നെ നിങ്ങളെ അറിയിക്കുന്നത്. കിറ്റക്സ് ഗാർമെൻറ്റ്സ് ബോണസ് ഇഷ്യൂ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിൻ്റെ ബോർഡ് 22-ാം തീയതി കൂടി അതിൻ്റെ റേഷ്യോയും ഡേറ്റും കാര്യങ്ങളും എല്ലാം തീരുമാനിക്കും. അപ്പോഴത് അറിയിക്കുന്നതാണ് അവർ. കിറ്റക്സ് ഗാർമെൻറ്റ്സ് കഴിഞ്ഞ 1-2 വർഷങ്ങൾ കൊണ്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള കമ്പനിയാണ്. ലോകത്തെ തന്നെ ഏറ്റവും വലിയ നിർമ്മാണശാല അവർ വാറങ്കലിൽ തുടങ്ങുകയുണ്ടായി. ഏകദേശം നമ്മൾ മുൻപുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ പണം ഇറക്കിക്കൊണ്ടാണ് പുതിയ കമ്പനി നിർമ്മാണ ഫെസിലിറ്റി തുടങ്ങിയിരിക്കുന്നത്. അതുമാത്രമല്ല, ബംഗ്ലാദേശിലുണ്ടായ പ്രശ്നങ്ങൾ മൂലം അവിടെ നിന്നുള്ള ഓർഡറുകളെല്ലാം ഇന്ത്യൻ കമ്പനികൾക്ക് ലഭിച്ചപ്പോൾ കിറ്റക്സ് ഗാർമെൻറ്റ്സിന് അതിൽ നല്ലൊരു ശതമാനം ഓർഡറുകൾ ലഭിക്കുകയും അവർക്ക് പണി ചെയ്ത് കൊടുക്കാൻ പറ്റാത്തത്ര ഓർഡറുകൾ ഉണ്ടെന്നാണ് സാബു ജേക്കബ് പറഞ്ഞത്, കിറ്റക്സിൻ്റെ MD സാബു ജേക്കബ് പറഞ്ഞത്. അപ്പോൾ അതിനനുസരിച്ച് അതിനൊരു പുരോഗതി ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ഇപ്പോഴുള്ള 605-ലാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അല്പം താഴെ ക്ലോസ് ചെയ്തിരിക്കുന്നു 605-ൽ. 605-ൽ നിന്ന് അതിനൊരു തീർച്ചയായിട്ടും മുന്നോട്ടൊരു യാത്രയ്ക്ക് സാധ്യതയുള്ള ഒരു ഷെയറാണത് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു 750 രൂപയൊക്കെ അതിൻ്റെ നല്ലൊരു നിലവാരമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. സാധാരണഗതിയിൽ അത് വരേണ്ടതാണ്. കിറ്റക്സ് ഗാർമെൻറ്റ്സിനെ എല്ലാവർക്കും അറിയാവുന്ന നമ്മളുടെ നാട്ടിലുള്ള കമ്പനി ആയതുകൊണ്ട് കൂടുതൽ അതിനെക്കുറിച്ച് പറയേണ്ടതുണ്ടോ? 2002, 2003, 2004 4 രൂപയ്ക്കും 3 രൂപയ്ക്കും ഒക്കെ ലഭിച്ച ഓഹരികളാണത് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കാര്യമില്ല. അതൊക്കെ കടന്നു പോയിരിക്കുന്നത്. അന്നത്തെ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം അത് മോചിതനായി. ഇപ്പോൾ അത് റൂട്ടൊന്ന് മാറ്റിയപ്പോൾ, അല്ലെങ്കിൽ മലയാളക്കരയിൽ നിന്ന് അതൊന്ന് പുറത്തേക്ക് പോയത് അതിൻ്റെ ഭാഗ്യം തെളിഞ്ഞിട്ടുണ്ട്. എന്തു വന്നാലും മുന്നോട്ട് പോകാൻ കെൽപ്പുള്ള ഒരു ഷെയറാണ്. അന്ന് തുടങ്ങിയപ്പോൾ മുതലുള്ള ഷെയർ ഹോൾഡിംഗ് മാത്രമാണ് പ്രൊമോട്ടേഴ്സ് ഉള്ളത്. 56.6% അവർ ഹോൾഡ് ചെയ്യുന്നത്. ആ ഷെയറുകൾ തന്നെ ഹോൾഡ് ചെയ്യുന്നു, മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു കമ്പനിയാണ്. കാലങ്ങൾ കുറേയായി. അപ്പോൾ അതിനൊരു ബോണസ് ഇഷ്യൂ വരുന്നത് തീർച്ചയായിട്ടും നല്ലൊരു തീരുമാനമായിരിക്കും. അതിൻ്റെ റേഷ്യോ ഒക്കെ അവർ തീരുമാനിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ഷെയർ തൽക്കാലം നമ്മൾ വാങ്ങിയിട്ടുള്ളവർ കൈവശം വയ്ക്കുന്നത് തന്നെയാണ് ഉചിതം എന്നെനിക്ക് തോന്നുന്നു. ബോണസ് ഇഷ്യൂ അനൗൺസ്മെൻറ്റ് വരുമ്പോൾ തീർച്ചയായിട്ടും അതിന് മുന്നോട്ടൊരു കുതിപ്പ് ഉണ്ടാവാനൊരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഇത്രയും ഉയർന്നു നിൽക്കുന്ന സമയത്തായതുകൊണ്ട് അതിനെക്കുറിച്ച് ഉറപ്പിച്ചൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്നിരുന്നാലും അതിനൊരു മൂവ്മെൻറ്റ് തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ ഇതിൻ്റെ ഒരു 2026 ആകുമ്പോഴത്തേക്കുമാണ് അവിടെ വാറങ്കലിലെ ഇതെല്ലാം ഫെസിലിറ്റീസ് ഫുള്ളായിട്ട് വർക്ക് ചെയ്ത് അതിൻ്റെ ഇതിലാവുകയുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ 2025 മാർച്ചിൽ അത് കുറേ കമ്മീഷൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓരോന്ന് മാറി വരുന്നുണ്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിനെ ഒന്ന് ഹോൾഡ് ചെയ്യുക. വാങ്ങിയിട്ടുള്ളവരെല്ലാം ഹോൾഡ് ചെയ്യാം. അത് പുതിയതായിട്ട് വാങ്ങുന്നവർക്കും പോലും അതിനൊരു സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. 605 എന്ന് പറയുന്നത് അതിന് ഒരു ഏറ്റവും ഉയർന്ന സ്കോറൊന്നുമല്ല, അല്ലെങ്കിൽ ഉയർന്ന റേറ്റ് ഒന്നുമല്ല. 4044 കോടി രൂപ മാത്രം മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു സ്മാൾ ക്യാപ്പ് കമ്പനിയാണ് കിറ്റക്സ്. നമ്മളതൊക്കെ അറിഞ്ഞുകൊണ്ട് വേണം. അതിലുണ്ടാകുന്ന മൂവ്മെൻറ്റുകൾ പലപ്പോഴും ഇപ്പോൾ തന്നെ 5% അപ്പർ സീലിംഗ് ആണ് മിക്കവാറും വരിക, അല്ലെങ്കിൽ 5% ഡൗൺവേർഡ് സീലിംഗ് ആണ്. അതുപോലുള്ള
ചാഞ്ചാട്ടങ്ങൾക്ക് എപ്പോഴും സാധ്യതയുണ്ട്. കാരണം ലിക്വിഡിറ്റി അതിനനുസരിച്ചേ ഉള്ളൂ. അപ്പോൾ അത്രയും ചെറിയ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയിലൊക്കെ നിക്ഷേപിക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾ ഇതാണ്. നിങ്ങൾക്ക് അത് സെല്ല് ചെയ്യാനും ബൈ ചെയ്യാനുമുള്ള അവസരങ്ങൾ ചിലപ്പോൾ വളരെ കുറഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മാർക്കറ്റ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത് വീണ്ടും താഴേക്ക് തന്നെ പോയാണ്. 80 പോയിൻറ്റോളം താഴെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ അമേരിക്കൻ മാർക്കറ്റുകളെല്ലാം പ്ലസ് ആണ്. അമേരിക്കൻ മാർക്കറ്റുകളിൽ മുന്നോട്ട് പോവുക തന്നെയാണ്. നാസ്ഡാക്ക് ഒക്കെ നന്നായിട്ട് ഉയർന്നു. അതേപോലെ തന്നെ മറ്റു മാർക്കറ്റുകളിലും പോസിറ്റീവ് ന്യൂസുകളാണ് വരുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ പ്രതിഫലനങ്ങളാവും നമ്മളുടെ മാർക്കറ്റിലും ഉണ്ടാവുക എന്ന് എനിക്ക് തോന്നുന്നു. ശ്രദ്ധിക്കുക. പിന്നെ ബാക്കി വിഷയങ്ങളെല്ലാം അടുത്ത വീഡിയോയിൽ പറയാം. ഇപ്പോൾ നമ്മളുടെ കിറ്റെക്സിന് വേണ്ടി മാത്രം ചെയ്ത ഒരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. വീണ്ടും കാണാം.